കലുങ്ക് സംവാദം പരിപാടിയിൽ വിവാദ പരാമർശങ്ങൾ തുടർന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പാലക്കാടിനെ അന്നപാത്രം എന്ന് ഞാൻ പറഞ്ഞത് ചില നമ്പുസംഘങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വരുമോ എന്ന് അറിയില്ല എന്നായിരുന്നു ചെത്തല്ലൂരിൽ നടന്ന കലുങ്ക് സംവാദത്തിൽ സുരേഷ് ഗോപി പറഞ്ഞത്. പാലക്കാട് കേരളത്തിന്റെ അന്നപാത്രമാണ്. ഇനി കഞ്ഞിപ്പാത്രം എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത ചില നപുസംഘങ്ങൾക്ക് അന്നപാത്രം എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെടാതെ വരുമോ എന്ന് അറിയില്ല. പാവപ്പെട്ടവന്റെ മുന്നിൽ കഞ്ഞിപ്പാത്രം മാത്രമേ ഉള്ളൂ കേരളമേ, സമ്പന്നവർഗം കൂടി മനസ്സിലാക്കിക്കൊള്ളൂ എന്ന് സുരേഷ് ഗോപി പറഞ്ഞു. മൊത്തം ജില്ല തന്നെ കേരളത്തിന്റെ അന്നപാത്രമാണ്. ഇനി കഞ്ഞിപ്പാത്രം എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത ചില നപുംസകങ്ങൾക്ക് അന്നപാത്രം എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെടാതെ വരുമോ എന്ന് എനിക്കറിയത്തില്ല. പാവപ്പെട്ടവന്റെ മുമ്പിൽ കഞ്ഞിപ്പാത്രമേ ഉള്ളൂ കേരളമേ, മനസ്സിലാക്കിക്കോളൂ, സമ്പന്നവർഗം കൂടി മനസ്സിലാക്കിക്കോളൂ. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കിറ്റുമായി വന്നാൽ അവന്റെയൊക്കെ മുഖത്തേക്ക് എറിയണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കഴിഞ്ഞ തവണ കിറ്റ് തന്ന് നിങ്ങളെ പറ്റിച്ചെങ്കിൽ ഇത്തവണ കിറ്റുമായി വന്നാൽ അവന്റെയൊക്കെ മോന്തയ്ക്ക് വലിച്ചെറിയണം, ഇല്ലെങ്കിൽ നിങ്ങളെയൊന്നും രക്ഷിക്കാനാവില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. ഇത് പ്രജാരാജ്യമാണെന്നും മന്ത്രി പറഞ്ഞു. പ്രജകളാണ് ഇവിടെ രാജാക്കന്മാർ. കേരളം നന്നാകാനാണ് കലുങ്ക് സംവാദം നടത്തുന്നത്. പ്രജകൾ വിരൽ ചൂണ്ടി സംസാരിക്കണം. വ്യക്തിപരമായ ഒരു ആവശ്യങ്ങളും ഇവിടെ പരിഗണിക്കില്ല. അത് വെച്ച് കൊയ്ത്ത് നടത്താമെന്ന് മാക്രികൾ വിചാരിക്കേണ്ട. നിവേദനം തന്നയാളെ ഞാൻ അവഹേളിച്ചു എന്ന് പറയുന്നത് അവരുടെ വ്യാഖ്യാനം മാത്രമാണ് എന്ന് സുരേഷ് ഗോപി പറഞ്ഞു. നേരത്തെ തൃശൂർ ഇരിങ്ങാലക്കുടയിലും പുള്ളിലും നടന്ന കലുങ്ക് സംഭവങ്ങളും വിവാദമായിരുന്നു. ഇരിങ്ങാലക്കുടയിൽ ചോദ്യത്തിന് സുരേഷ് ഗോപി നൽകിയ മറുപടിയായിരുന്നു വിവാദമായത്. കരിവന്നൂർ ബാങ്കിലെ തന്റെ നിക്ഷേപം തിരികെ എടുക്കാൻ സഹായിക്കുമോ എന്ന ചോദ്യത്തിന് എന്റെ നെഞ്ചത്തോട്ട് കയറിക്കോ എന്ന് സുരേഷ് ഗോപി പരിഹാസത്തോടെ മറുപടി നൽകുകയായിരുന്നു. പുള്ളിലെ കലുങ്ക് സഭയിൽ വയോധികന്റെ അപേക്ഷ വാങ്ങാതെ മടക്കി അയച്ചതും വിവാദമായി. അതേസമയം ദുൽഖർ സൽമാൻ അടക്കമുള്ള താരങ്ങളുടെ വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയത് ശബരിമല സ്വർണ്ണപ്പാളി വിവാദം മുക്കാനാകാമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. സ്വർണ്ണപ്പാളി വിവാദം മൂടിക്കെട്ടാനുള്ള ശ്രമമായാണ് ഈ റെയ്ഡ് നടന്നതെന്ന സംശയം തനിക്കുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി കൂടിയായ അദ്ദേഹം പറഞ്ഞു. കേന്ദ്രമന്ത്രിയായതിനാൽ ഇപ്പോൾ കൂടുതൽ വിശദീകരണം നൽകുന്നില്ല. പ്രജാവിവാദവും സ്വർണ്ണ ചർച്ചയും മുക്കാനാണ് ഇത്തരം നടപടികൾ. എല്ലാം കുതന്ത്രമാണെന്ന് തോന്നുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു.